എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പഴയകാല നാടൻ കറിയാണ്. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് കാലത്ത് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി തന്നിരുന്നതും നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടുകൂടി കഴിച്ചിരുന്നതുമായ തനി നാടൻ ഉണക്ക മീൻ കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ഉണക്കമീൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 100 ഗ്രാം അളവിലാണ് ഉണക്ക കൊഴുവ എടുത്തു വെച്ചിട്ടുള്ളത്. കൊഴുവ നല്ലതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി ഇതിന്റെ വെള്ളമെല്ലാം ഒന്ന് പിഴിഞ്ഞ് വെക്കണം. ഇനി ഈ ഒരു കറിയിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 മുരിങ്ങക്കായ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് 20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 തക്കാളി, ഒരു 4 പച്ചമുളക്, പുളിക്ക് ആവശ്യമായ മാങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും ചേരുവകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി അരപ്പിനായിട്ട് വേണ്ടത് ഒരു വലിയ മുറി നാളികേരം തിരുമിയത്, മഞ്ഞൾപ്പൊടി, 5 കൊച്ചുള്ളി, 2 പച്ചമുളക്, 3 സ്പൂൺ അളവിൽ മുളക് പൊടി. ഇത്രയും ചേരുവകൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചുകൂടെ വെക്കണം. ഇനി ഒരു കറിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴുവ എണ്ണയിലേക്ക് വാരിയിടാം. ഇനി നമുക്ക് ഈ കൊഴുവ ഒന്ന് മുരിയിച്ചെടുക്കണം. ഇതിനായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. വറുത്തെടുക്കുന്ന കൊഴുവയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി വീണ്ടും ഒന്നും കൂടെ ഇളക്കി മുരിയിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും കൊഴുവ മുരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാകും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് അടിമറിച്ചിട്ട് കൊടുത്ത് വേണം മുരിയിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കൊഴുവയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് കൊഴുവ എണ്ണയിൽ നിന്ന് കോരാം. കൊഴുവ വറുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേ എണ്ണയിലേക്ക് ഒരു പിഞ്ചളവിൽ ഉലുവ ചേർക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ഇളക്കി കൊടുക്കാം. കൊച്ചുള്ളി ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വഴറ്റുന്ന ഈ ഒരു കൊച്ചുള്ളിയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. വീണ്ടും വഴറ്റാം. പച്ചമുളക് കൂടെ ചേർക്കാം. വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വഴറ്റുന്ന ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീർ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി ചേർത്ത് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പാണ് ചേർക്കേണ്ടത്. ഇനി അരപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ സമയത്ത് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. വീണ്ടും നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ അരപ്പിൽ വെള്ളമെല്ലാം പറ്റി ഒന്ന് എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ ചേർക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയുടെ കൂടെ തന്നെ ഒരു പാങ്ങ കട്ട് ചെയ്തത് കൂടി ചേർക്കുവാണ്. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. 1 മിനിറ്റ് നേരം മാത്രം വഴറ്റിയെടുത്താൽ മതിയാകും. അതിനുശേഷം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചാറിന്റെ കട്ടിക്കനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ കറി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്നത് വരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് പിരിയാതെ തന്നെ കറി തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലതായിട്ട് ഒന്ന് വെട്ടി തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ചേർക്കാം. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ മുരിങ്ങക്കായൊക്കെ ചേർത്ത് നല്ലതുപോലെ തിളച്ച് തുടങ്ങിയ കറിയിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കൊഴുവ ചേർക്കാം. ഇനി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു കൊഴുവയിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ കൊഴുവയൊക്കെ ചേർത്തിട്ട് കറി ഒരു 2-3 മിനിറ്റ് നേരമായി മൂടി വെച്ച് തിളക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. മുരിങ്ങക്കായക്ക് അധികം ഒന്നും വേവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന മുരിങ്ങക്കായയുടെ വേവ് അനുസരിച്ചും അതുപോലെ ഉണക്കമീനിൽ ഒരു തരി പോലും ഉപ്പില്ലാതെ ഉണക്കിയെടുത്തിട്ടുള്ളതായതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഉപ്പുള്ള മീനാണ് ചെയ്യുന്നതെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വേണം കറിയിലേക്ക് ചേർക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഉണക്ക കൊഴുവ മുരിങ്ങക്കായ മാങ്ങ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കടുകും കറിവേപ്പിലയും വറുത്ത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കടുകും കറിവേപ്പിലയും വറുത്ത് ചേർക്കുന്നതിന് പകരമായിട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയുമാണ് ചേർക്കാൻ പോകുന്നത്. ചെറുതായിട്ടൊക്കെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള തനി നാടൻ ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു കറി നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.